വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. ബി.ജെ.പി. നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താൽപര്യമാണെന്നും സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും ആണെന്നും രൂക്ഷ വിമർശനം. സമസ്ത മുഖപ്രസംഗത്തിലാണ് വിമർശനം ഉയർന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ സർക്കാരിനെതിരെയും ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ സമസ്ത മുഖപത്രം സുപ്രഭാതം കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഈ ബി.ജെ.പി. നേതാവിൻ്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താൽപ്പര്യമാണെന്നാണ്, അതും ഈ സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതാണെന്നുമാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ചേതൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ, ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാരിനെതിരെ ഇപ്പോൾ സമസ്ത മുഖപത്രം കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഈ ബി.ജെ.പി. നേതാവിൻ്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താൽപ്പര്യമാണെന്നാണ്, അതും ഈ സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണെന്നാണ് വിമർശിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? വലിയ വിമർശനമാണ് യു.ഡി.എഫ് സർക്കാരിനെതിരെ, വി.ഡി. സതീശൻ സർക്കാരിനെതിരെ സമസ്ത ഉയർത്തുന്നത്. മദ്യ നയത്തിന് ശേഷം ഇത് വഖഫ് ബോർഡ് വിഷയത്തിലും സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ മുഖപത്രത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ബി.ജെ.പി. നേതാവിന്റെ ഹർജിയെ യു.ഡി.എഫ് സർക്കാർ പിന്തുണച്ചത് ആരുടെ താല്പര്യമാണെന്നാണ് മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വി.ഡി. സതീശൻ സർക്കാരിന്റെ നിലപാട് അമ്പരിപ്പിക്കുന്നതും അതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നതുമാണെന്നാണ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തിടെ കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഹൈക്കോടതി ഏർപ്പെടുത്തിയിരുന്നു. ഈ സംഭവത്തിലാണ് യു.ഡി.എഫ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് സുപ്രഭാതം പത്രത്തിലൂടെ സമസ്ത. ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ ഹർജികൾ ചൂണ്ടിക്കാണിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഈ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് തങ്ങളെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണിത്. വഖഫ് കേസിൽ യു.ഡി.എഫ് സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചു. ആ വീഴ്ച തിരുത്തണം. വീഴ്ചയെ ന്യായീകരിച്ചാൽ മതേതര മനസ്സുകൾ അകലുമെന്നുമാണ് സമസ്ത മുഖപത്രത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ വഖഫ് ബോർഡ് നിയമനം ഈ കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി അനുസരിച്ചല്ലെന്ന ഹർജിക്കാരുടെ വാദങ്ങളെ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പിന്തുണച്ചിരുന്നു. ഇതാണ് ഇത്തരത്തിൽ വലിയൊരു ഒളിച്ചുകളിയിലേക്ക് ഈ ബി.ജെ.പിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഈ വഖഫ് വിഷയത്തിൽ വലിയൊരു ഒളിച്ചുകളി നടത്തുന്നതായുള്ള ആരോപണം സമൂഹത്തിൽ ഉയർന്നു വന്നത്. ഇത് സാധൂകരിക്കുന്ന മുഖപ്രസംഗമാണ് സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇതിനിടെ ഈ മുനമ്പം വിഷയത്തിൽ യു.ഡി.എഫിൽ ഐക്യപ്പെട്ട തീരുമാനം വരുന്നതിന് മുമ്പായി തന്നെ അത് വഖഫ് ഭൂമിയല്ലെന്ന് പരസ്യമായി ഭരണ നേതൃത്വം പ്രഖ്യാപിച്ചത് കേവലം നാക്കുപിഴയായി മാത്രം സംശയിക്കാനാവില്ലെന്നാണ് ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഈ മുഖപ്രസംഗം ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യനയത്തിന് ശേഷം ഈ വഖഫ് ബോർഡ് വിഷയത്തിലും വലിയ രീതിയിൽ ഈ മത സാമുദായിക സംഘടനകൾ യു.ഡി.എഫിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവന്തിക, അതായത് ചേതൻ, ഈ വഖഫ് ബോർഡിൽ ഈ അമുസ്ലിങ്ങളെ കൊണ്ടുവരാനുള്ള അവസരം സർക്കാർ അതിന് വഴിയൊരുക്കിയെന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ എഡിറ്റോറിയൽ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ അവന്തിക സൂചിപ്പിച്ച പോലെ തന്നെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം, ഇതേ സമാനമായ കേസുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ടവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമാനമായ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ അവർ പറഞ്ഞു വെച്ച വാദം, ഈ കേസുകളൊക്കെ ഈ വഖഫുമായി ബന്ധപ്പെട്ട ഈ വിവാദ ഭേദഗതി, കേന്ദ്ര സർക്കാരിന്റെ വിവാദ ഭേദഗതി, അത് കോടതിയിൽ നടക്കുകയാണ്. അതിന്റെ വ്യവഹാരങ്ങളും കാര്യങ്ങളും മറ്റും സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ സ്വീകരിച്ചത്. പക്ഷേ ഇവിടെ കേരളത്തിൽ സംഭവിച്ചത് അഡ്വക്കേറ്റ് ജനറൽ, ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രതിപുരുഷനായ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ മറ്റൊരു സമീപനമാണ് സ്വീകരിച്ചത്. ഇത്തരത്തിൽ വിവാദ ഭേദഗതിക്ക് അനുസരിച്ചല്ല കാര്യങ്ങളെന്നാണ് ഈ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിലെ താൽക്കാലികമായി മരവിപ്പിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. അതായത് ചോദിച്ചു വാങ്ങിയ വിധി എന്നാണ്, സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ചോദിച്ചു വാങ്ങിയ വിധി എന്നാണ് ഇത്തരത്തിൽ സമസ്ത വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നത്. ഇതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ യു.ഡി.എഫ് സർക്കാരിനെതിരെയുള്ള വലിയൊരു രോക്ഷം ഇതാണ് ഈ സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ കാരണം ഈ കേസുകളെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു യു ടേൺ എടുക്കുന്ന സമീപനം
ഈ UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇതാണ് ഈ സമസ്ത ഈ മുഖപത്രത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നതും. ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ മത സാമുദായിക സംഘടനകളൊക്കെ പതുക്കെ UDF-ൽ നിന്ന് അകലം പാലിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവന്തിക.